ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ വീടും പ്ലാനും സെക്ഷനിലെ ഒരു ടോപ്പിക്കിലേക്കാണ് വരുന്നത്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എടക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു പ്രൊജക്റ്റിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ ഫ്യൂഷനിൽ ചെയ്തിരിക്കുന്ന ആ പ്ലോട്ടിന് അനുയോജ്യമായിട്ട് വളരെ വീതിയിൽ വൈഡായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. മാംഗ്ലൂർ ടൈൽ, അതായത് നാടൻ ഓടൊക്കെ ഇട്ട് പെയിന്റ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് റോ ഫിനിഷിൽ തന്നെ ആ റൂഫ് ടൈലൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. ഇനി നമുക്ക് അതിൻ്റെ പ്ലാനിൻ്റെ എലിവേഷൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു എലിവേഷൻ വരുന്നത്. ഇവിടെ നമുക്കൊരു കാർ പോർച്ച് വന്നിട്ടുണ്ട്. പോർച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു ട്യൂബുലാർ സെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടൊരു ലോൺ ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ചെമ്പകത്തിൻ്റെ പ്ലാന്റൊക്കെ കയറ്റി വിടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ലിവിങ്ങിൻ്റെ ടോപ്പിൽ വരുന്ന ഒരു ഡബിൾ ഹൈറ്റ് പോർഷനാണ്. അതുപോലെ ബേ വിൻഡോസ് വന്നിരിക്കുന്നു. എല്ലാ റൂംസിനും ബെഡ്റൂംസിനും നമ്മൾ ബേ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കട്ടൗട്ടിൽ നമ്മളൊരു പോണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിന് ഒന്ന് ഷെയ്ഡ് കൊടുക്കാതെ ഒരു ഗ്ലാസ് ടോപ്പിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സെപ്പറേറ്റ് ഒരു പോർഷൻ മാറിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം അതുപോലെ പ്രൈവസി കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനും ബേ വിൻഡോ വന്നിട്ടുണ്ട്. ഈ പ്ലാനിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാർ പോർച്ച്. ഡിറ്റാച്ച്ഡ് ആണ്, ബട്ട് വീടിനുമായിട്ട് ചേർന്ന് നിർത്തിയിട്ടുണ്ട് കാർ പോർച്ചിനെ. സിറ്റ് ഔട്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട്, അവിടെ ഒരു സീറ്റിംഗ് ഏരിയ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് കയറുന്ന സമയത്ത് ഈ ഒരു സീറ്റിംഗ് ഏരിയയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. മുന്നോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഡൈനിങ് ഏരിയയിലേക്കും ലിവിങ് ഏരിയയിലേക്കും ആക്സസ് ചെയ്യാവുന്ന പോലെ റൊട്ടേഷൻ സിസ്റ്റമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതായതുകൊണ്ട് ഈ ഇൻറ്റു കൊടുത്തിരിക്കുന്ന ഡബിൾ ഹൈറ്റ് ആണ്. നമ്മൾ മുമ്പേ കാണിച്ച പോലെ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്നത്. അവിടുന്ന് ലിവിങ്ങിലേക്ക് അങ്ങോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് ഒരു നമ്മുടെ നെടും തൂണായിട്ട് അതിൻ്റെ പാസേജാണ് വീടിൻ്റെ നിൽക്കുന്നത്. അപ്പം ഈ പാസേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രൈവസി ക്രിയേറ്റ് ചെയ്യുന്നു. വീട്ടിൽ വേറെ സ്പേസ് ഒന്നും അഡീഷണൽ ആയിട്ട് പോകുന്നില്ല. ആ പാസേജിൽ നിന്നാണ് നമുക്ക് വീടിൻ്റെ എല്ലാ ഏരിയയിലേക്കുള്ള ആക്സസ്. ഫോർ എക്സാമ്പിൾ ഡൈനിങ്ങിലേക്ക് വരുന്നു. ഡൈനിങ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിലാണ് നമ്മുടെ വാഷ് കൗണ്ടർ ഇരിക്കുന്നത്, കോമൺ വാഷ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, നേരെ കിച്ചണിലേക്ക് ആക്സസ്. കിച്ചണിൽ നിന്ന് വാക്കിംഗ് കിച്ചണാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പാസ് ചെയ്യുമ്പം നമ്മൾ ഫോമൽ ലിവിങ് വന്നു. അവിടുന്ന് പാസ് ചെയ്യുമ്പോൾ ബെഡ്റൂമിലേക്ക് വന്നു. ഇവിടുന്ന് പോകുമ്പോൾ അടുത്ത ബെഡ്റൂമിലേക്ക്, പിന്നെ 3rd ബെഡ്റൂം, പിന്നെ മാസ്റ്റർ ബെഡ്റൂം. അങ്ങനെ 4 ബെഡ്റൂം കൊടുത്തിട്ടും വേറെ കൺജഷൻസ് ഒന്നും നമുക്ക് സ്പേസ് ഒന്നും പോകാതിരിക്കുന്നത്. 4 ബെഡ്റൂം ഒരു പോർഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ ബെഡ്റൂംസിൻ്റെ ടോയ്ലറ്റിൻ്റെ പ്ലംബിങ് ഐറ്റംസ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സെപ്പറേറ്റ് ടാങ്കിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെ കണക്ടിവിറ്റിയൊക്കെ എളുപ്പമാണ്. പിന്നെ ഇവിടെ ടോപ്പിൽ നമ്മൾ ഒരു ലൈറ്റ് ഇൻടേക്കിന് ടോപ്പിൽ നിന്നൊരു ലൈറ്റ് ഇൻടേക്ക് എടുക്കുന്നുണ്ട് സ്ലാബിൽ നിന്ന്. ഈ കട്ടൗട്ട് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ബാത്റൂംസിൻ്റെ വെന്റിലേഷന് വേണ്ടിയിട്ടാണ്, ഈ ബെഡ്റൂമിൻ്റെ വിൻഡോയ്ക്കും വേണ്ടിയിട്ടും. അപ്പം നമ്മൾ ആ കട്ടൗട്ട് ഏരിയ നമ്മളൊരു ഫിഷ് പോണ്ടാക്കി എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊരു വിൻഡോ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഷ് പോണ്ടിലേക്ക് നമുക്കൊരു ആക്സസ് ഉണ്ട്. പിന്നെ വീഡിയോ ഒത്തിരി ലെങ്ത്തിലേക്ക് വിടുന്നില്ല. ഒരു മാസ്റ്റർ ബെഡ്റൂം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡിലും നമുക്ക് സൈഡ് ടേബിൾസ് പോസിബിളാണ്. അവിടുന്ന് W1 വെച്ച് 2 വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, അവിടെ സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രോസ് വെന്റിലേഷൻസ് പോസിബിൾ ആവുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ക്രോസ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു വർക്ക് സ്റ്റേഷൻ ടേബിളും ഒരു ചെയറും പ്ലേസ് ചെയ്യാം. അതിനോട് ചേർന്ന് അവിടെ ഒരു വാർഡ്രോബ്, ഈ സൈഡിലും ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് സ്പേസിലേക്ക് കയറുന്നു. അവിടെ ഡ്രസ്സിങ്ങിനുള്ള മിറർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ ഡ്രസ്സിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുന്നു. ടോയ്ലറ്റിൽ വാഷ് ബേസിനുണ്ട്, WC കൊടുത്തിട്ടുണ്ട്, വോൾ മൗണ്ടഡ് ആണ്. അതുപോലെ ഷവറും കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥിതിവിശേഷം. ഇതേപോലെ ടിപ്പിക്കലായിട്ട് എല്ലാ ബെഡ്റൂംസും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്ലാനും എലിവേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. ഞങ്ങൾ കീപ്പ് ഓൺ അപ്ഡേറ്റ്സ് വിടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.